സമസ്ത നിലവിളക്ക് കൊളുത്താമെന്ന് സമസ്തയുടെ പ്രസ്താവനയിൽ എവിടെയും ഒരിടത്തും പറഞ്ഞിട്ടില്ല. നിലവിളക്ക് കൊളുത്തുക എന്ന പ്രക്രിയ അത് പ്രത്യേകമായി ഹിന്ദു മതവിശ്വാസികളുടെ പ്രത്യേകമായ ആചാരമാണ്. അവരുടെ ദൈവിക വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചടങ്ങാണ്. പ്രധാനപ്പെട്ട പരിപാടികളും പ്രധാനപ്പെട്ട ഉദ്ഘാടന പരിപാടികളും ഒക്കെ ഐശ്വര്യത്തിന് വേണ്ടി അവർ നിർവഹിക്കുന്ന പ്രധാന കാര്യമാണ്. പക്ഷേ ഈ നിലവിളക്ക് കൊളുത്തുക എന്നൊരു രീതി തന്നെ ഇസ്ലാമിലില്ല. അങ്ങനെ മുസ്ലിങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. എവിടെയും മുസ്ലിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു രീതി തന്നെ മുസ്ലിങ്ങൾക്കില്ല എന്നാ പറഞ്ഞത്. ജാറ വ്യവസായ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ കണ്ടു. ഇനി മുസ്ലിയാക്കന്മാർ തന്നെ മുൻകാലങ്ങളിൽ എഴുതി വെച്ച് സമൂഹത്തെ പഠിപ്പിച്ച ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് സുന്നി വോയിസ് എന്ന് പറയുന്ന സമസ്തയുടെ പുസ്തകമാണ്. ഇത് 1986 നവംബർ 21, 27 ലക്കം 33. ഇതിൽ പറയുന്നത് എന്താണ്? അതിന്റെ 10ാമത്തെ പേജിൽ നിന്നാണ് നമ്മൾ വായിക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഇതിൽ പറയുന്നത്? ഒരു ചോദ്യമാണ്. മഹാന്മാരുടെ മക്ബറുകളിലും ചില പള്ളികളിലും നിലവിളക്ക് കത്തിക്കുക പതിവുണ്ട്. വൈദ്യുതി വെളിച്ചം ഉള്ളപ്പോഴും ഇത് കത്തിക്കുന്നു. ഇത് അനുവദനീയമാണോ? തദാവശ്യത്തിന് എണ്ണ കത്തിക്കാമോ? ഇനി ചോദ്യത്തിനുള്ള മറുപടി കേട്ടോ. മഹാന്മാരുടെ മക്ബറുകളിൽ നിലവിളക്ക് കത്തിക്കുന്നത് വെളിച്ചത്തിന് വേണ്ടി മാത്രമല്ല, മഹാന്മാരുടെ ആദരവ് കൂടി അതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് വൈദ്യുതി വെളിച്ചം ഉള്ളപ്പോഴും പ്രസ്തുത വിളക്ക് കത്തിക്കുന്നത്. അനുവദനീയമാണെന്ന് മാത്രമല്ല, പുണ്യകർമ്മവും കൂടിയാണ്. അപ്പോൾ അതിന് എണ്ണയും നേർച്ചയാക്കാവുന്നതാണല്ലോ എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അത് പുണ്യകരമാണ് എന്നാ പറയുന്നത്. വെളിച്ചമുണ്ടായിരിക്കെ, വൈദ്യുതി വെളിച്ചമുണ്ടായിരിക്കെ എണ്ണ വിളക്ക് കത്തിക്കുന്നത് പുണ്യമാണ്, മഹാന്മാരുടെ ആദരവാണ് എന്നാണ് ഇവിടെ സുന്നി വോയിസ് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ അമ്പലക്കട ഹമീദ് ഫൈസി ഇവിടെ പറഞ്ഞു വെച്ചത് എന്താണ്? പക്ഷെ ഈ നിലവിളക്ക് കൊളുത്തുക എന്നൊരു രീതി തന്നെ ഇസ്ലാമിലില്ല. അങ്ങനെ മുസ്ലിങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു നിലവിളക്ക് കത്തിക്കുക എന്ന് പറയുന്ന രീതി ഇസ്ലാമിൽ ഇല്ല. അങ്ങനെ എവിടെയും സമസ്ത പറഞ്ഞു വെച്ചിട്ടില്ല എന്നാണ്. എന്നാൽ സുന്നി വോയിസിൽ നിന്നാണ് നമ്മൾ ഇത് വായിച്ചെടുക്കുന്നത്. അപ്പോൾ സമസ്തയോടുള്ള ചോദ്യം വളരെ പ്രസക്തമല്ലേ? സമസ്തക്ക് എന്തർഹതയാണ് ഫാത്തിമ തഹ്ലിയെ തിരുത്താൻ വേണ്ടി?